കളിയാട്ടക്കാലത്തോടുള്ള വടക്കേ മലബാറിന്റെ ആവേശം നേരിട്ടറിയണമെങ്കിൽ കാസർഗോഡ് പുലിയന്നൂരിൽ പോയാൽ മതി. പുഴയ്ക്ക് അക്കരയും ഇക്കരയും തെയ്യപ്പറമ്പുകൾ ഉയർന്നതോടെ തേജസ്വിനി പുഴയ്ക്ക് കുറുകെ നാട്ടുകാർ ചേർന്ന് ഒരു പാലം നിർമ്മിച്ചു. ഗ്രാമീണ കൂട്ടായ്മയുടെ നിറമുള്ള കാഴ്ചയായി അത് മാറി. ഇന്ന് തെയ്യത്തിൻ്റെ മാത്രമല്ല, ഒരു പാലത്തിൻ്റെ വിശേഷം കൂടി പറയാനുണ്ട്. നമുക്കത് കാണാം. തെയ്യപ്പറമ്പുകൾ തോറുമുള്ള ഓട്ടത്തിന് പുഴയൊരു തടസ്സമാകരുത്. അക്കരക്കാവിലും പോകണം, ഇക്കരക്കാവിലും പോകണം. മൂവാണ്ട് കളിയാട്ടായി. അതിൻ്റെ ഭാഗമായി നാട്ടുകാർ ഒരു മാസത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയത്. നാടിൻ്റെ കൂട്ടായ്മ നമ്മളെ മൊത്തം എന്താ അതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. നേരത്തെ വണ്ടിയാക്കിയിട്ട് പോകണം. ഇപ്പോൾ പാലം വന്നപ്പോൾ പിന്നെ നമുക്ക് നേരെ ഇടുന്നു അങ്ങോട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോകും. ആരുടെയും കനിവിന് കാത്തിരുന്നില്ല. നാട്ടുകാർ ഒത്തുചേർന്നുള്ള അധ്വാനമാണ്. ഒരു മാസത്തോളം ഇരു കരകളിലെയും നാട്ടുകാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 10-50ഓളം ആൾക്കാർ തുടർച്ചയായിട്ടുള്ള ഒരു മനുഷ്യാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതിന് ഒരു 10-50ഓളം കവുങ്ങുകളും ഒരു 100ഓളം മരങ്ങളും തൂണിനാവശ്യമായിട്ടുള്ള മരങ്ങളൊക്കെ തന്നെ നാട്ടുകാർ സംഭാവന നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നടപ്പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഒരു നാടിൻ്റെ കളിയാട്ടക്കാലത്തോടുള്ള സ്നേഹവും അതിനായി രൂപപ്പെട്ട ജനകീയ കൂട്ടായ്മയുമാണ് കഥ. കാസർഗോഡ് ചീമനയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഒരു നാടൊന്നാകെ ഒന്നിച്ചപ്പോൾ അവർക്കൊരു പാലം കിട്ടിയിരിക്കുന്നു. ആ പാലം നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ നാടിനെ ഒന്നാകെ നമുക്ക് ചേർന്ന് അഭിനന്ദിക്കുകയും ചെയ്യാം.